ക്വാണ്ടിറ്റി സർവേയുടെ സെക്കൻഡ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈപ്പ് കൽവെട്ടുമായിട്ടുള്ള കാര്യങ്ങളാണ്. പൈപ്പ് കൽവെട്ടുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഞാൻ ഈ ഫിഗർ ഒന്ന് പരിചയപ്പെടുത്താം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഫിഗർ ഞാൻ വീഡിയോനെ കൊണ്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കമ്പോണൻസ് പാർട്സ് പഠിക്കുക എന്നുള്ളത് എല്ലാ എസ്റ്റിമേഷനിലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, മനസ്സിലാക്കുക എന്നുള്ളത്. ഇതിന്റെ എലിവേഷൻ വ്യൂ ആണ്, ഹാഫ് സെക്ഷൻ എലിവേഷൻ വ്യൂ ആണ്. അതുപോലെ തന്നെ ടോപ്പ് വ്യൂ, അതായത് പ്ലാൻ വ്യൂ ആണ്. ഇത് ലോങ്ങിറ്റ്യൂഡൽ സെക്ഷൻ വ്യൂ ആണ്. ഓക്കെ, ഇതിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഈ ടോപ്പ് വ്യൂല് ഈ ഫേസിനെയാണ് അല്ലെങ്കിൽ വാളിനെയാണ് ഫേസ് വാൾ എന്ന് പറയാം. ഓക്കെ, ഇത് വിങ് വാള്, ഇത് ടേൺ വാള്. ഓക്കെ, അപ്പൊ ഇതിൽ ഫേസ് വാൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഫേസ് വാള്, ഇവിടെ ഒരു ഫേസ് വാള്, രണ്ട് ഫേസ് വാള് വരും. ഇത് വിങ് വാള്, അതുപോലെ തന്നെ ഇത് വിങ് വാള്. ഇവിടെ രണ്ട് വിങ് വാള്, ഇവിടെയും രണ്ട് വിങ് വാള്. ഈ വരുന്ന ഭാഗം ടേൺ വാള്, ഇവിടെയും അതുപോലെ. അങ്ങനെ ഇവിടെ രണ്ട് ടേൺ വാള്, ഇവിടെയും രണ്ട് ടേൺ വാള്. അങ്ങനെ 4 വാള് വരും. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫിഗർ എങ്ങനെയാണ് ഇതിൽ ഈ ബ്രിഡ്ജിലൂടെ അല്ലെങ്കിൽ കൽവെട്ടിലൂടെ വാഹനം പാസ് ചെയ്ത് പോവുക, എങ്ങനെയാണ് പൈപ്പിൽ വെള്ളം പാസ് ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. ഇത് അതിന്റെ എലിവേഷൻ വ്യൂ ആണ്. എലിവേഷൻ വ്യൂയിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ കാണിച്ചിട്ടുള്ളത് പൈപ്പിന്റെ ഡയമെൻഷൻ ആണ്, ഡ്രോയിങ്സ് ആണ്. ഈ ഡയറക്ഷനാണ് ഇതിൽ അല്ലെങ്കിൽ വാട്ടർ പാസ് ചെയ്ത് പോവുക. ഈ ഒരു ഡയറക്ഷനിലാണ്. ഇതിന്റെ മുകളിലൂടെ ഈ ഒരു ഡയറക്ഷനിലാണ് വാഹനം വെഹിക്കിൾസ് പാസ് ചെയ്ത് പോവുക. ഓക്കെ, എന്ന് പറയുമ്പോൾ വെഹിക്കിൾസ് പാസ് ചെയ്ത് പോവുക ഈ ഡയറക്ഷനിൽ, വാട്ടർ പാസ് ചെയ്ത് പോവുക ഈ ഡയറക്ഷനിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എക്സ്കവേറ്റ് ചെയ്തിട്ട് ഈ ഒരു അറേഞ്ച്മെന്റിൽ എർത്ത് എക്സ്കവേറ്റ് ചെയ്ത ശേഷം, രണ്ട് സൈഡ് എർത്ത് എക്സ്കവേറ്റ് ചെയ്തതിനു ശേഷം ഇതിലൂടെ പൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ട് PCC ചെയ്ത് ദെൻ അതിൽ നമ്മൾ ബ്രിക്ക് വർക്ക് ചെയ്തതിനു ശേഷം, ഹൈറ്റ് ഉയർത്തിയതിനു ശേഷം അതിന് മുകളിൽ പാരപ്പറ്റ് ചെയ്ത് അതിന്റെ താഴെ റോഡ് വർക്ക് ചെയ്യാന്നുള്ളതാണ്. ഈ വ്യൂ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ നമുക്ക് എസ്റ്റിമേഷനോട്ട് കിടക്കാം. ഫസ്റ്റ് വർക്ക്, എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ. Earth work in excavation. Okay. Earth work in excavation എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തു പോകുന്നത് ഈ ഒരു രീതിയിലാണ്. ഈ ഫിഗറിന്റെ അതേ ഡയറക്ഷനിൽ ഈ ഫേസ് വാൾ എക്സ്കവേറ്റ് ചെയ്യും, അതുപോലെ ഈ രണ്ട് സൈഡ് വിങ് വാളും ടേൺ വാളും അതുപോലെ ഈ ഡയറക്ഷനിലും ഇവിടെ എക്സ്കവേറ്റ് ചെയ്യും, അതുപോലെ ഈ ഭാഗത്തും എക്സ്കവേറ്റ് ചെയ്യും. എർത്ത് വർക്കിംഗ് എക്സ്കവേഷൻ ഫസ്റ്റ് വാൾ, ഫേസ് വാൾ. ഓക്കെ, ഫേസ് വാൾ വരുന്ന സമയത്ത് ഇതിൽ എത്ര ഫേസ് വാൾ ഉണ്ടെന്ന് കണ്ടെത്തണം. ഒരു ഫേസ് വാൾ ഇതാണ് ഒരു ഫേസ് വാൾ. ദെൻ രണ്ടാമത്തെ ഫേസ് വാൾ ഇത്, രണ്ട് സൈഡിലും ഓരോ ഫേസ് വാൾ. ഓക്കെ, അപ്പൊ നമ്പർ ഫേസ് വാൾ 2. അതിന്റെ ലെങ്ത് എന്നുള്ളത് ഇതിൽ ഒരുപാട് ലെങ്ത്തുകൾ തന്നിട്ടുണ്ട്. 3.80, 3.10. നമ്മൾ 3.10 ആയിട്ടാണ് എടുക്കുന്നത്. കാരണം ഈ ഫേസ് വാൾ വരുന്ന സമയത്ത് ഇവിടെ ഒരു കട്ടിങ് കറക്റ്റ് റെക്ടാങ്കിളായി ലഭിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, ഇത്രയും ഭാഗം ഇതുവരെ ഈ 3.10 മീറ്റർ വരെ ലെങ്ത്തിൽ ഇതിന് റെക്ടാങ്കിൾ ആയിട്ട് ഇവിടെ ഈ ഒരു 3.1 മീറ്റർ റെക്ടാങ്കിളായി പരിഗണിച്ചിട്ട് ഇത് അഡീഷണൽ ഫേസ് വാളിൽ തന്നെ അല്ലെങ്കിൽ വിങ് വാളിൽ നമ്മളിത് ട്രയാങ്കുലർ പോർഷൻ ആയിട്ട് ഉൾപ്പെടുത്തും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് എന്നുള്ളത് 3.10. പലപ്പോഴും സംശയം വരിക 3.80 എടുത്തുകൂടെ എന്നുള്ള സംശയം വരും. അപ്പോൾ അത് പ്രോബ്ലം തെറ്റിപ്പോകും. 3.80 എടുക്കുമ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ ഡിഡക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്നുണ്ട്. കാരണം വിങ് വാൾ കുറയ്ക്കേണ്ടതായിട്ട് വരും. വിങ് ഫേസ് വാൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രേ പരിഗണിക്കുന്നുള്ളൂ, ഈ ഒരു പോയിന്റ് വരെ. ഈ പോയിന്റ് അതുപോലെ ഇവിടെയും അതുപോലെ. അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ ലെങ്ത് എന്നുള്ളത് 3.10. 3.10. ഇനി അതിന്റെ ബ്രെഡ്ത്ത് കണ്ടെത്തണം, വീതി കണ്ടെത്തണം. വീതി എന്നുള്ളത് വിങ് വാളിന്റെ മാക്സിമം വീതി ഇവിടെ കാണിച്ചിട്ടുണ്ട് 80 സെന്റിമീറ്റർ. ഓക്കെ, ഈ 80 സെന്റിമീറ്റർ ഈ വിടുത്ത് തന്നെയാണ് ഇവിടെയും ഫേസ് വാളിന് വരുന്നത്, സെയിം വിടുത്താണ്. ഓക്കെ, അപ്പൊ 80 എന്ന് പറയുമ്പോൾ 0.80 വിടുത്ത് 0.80 മീറ്റർ. ഇനി അതില് ഹൈറ്റും ഡെപ്തും കാണണം. ഹൈറ്റും ഡെപ്ത് നമ്മൾ പ്ലാനിൽ നിന്ന് കിട്ടില്ല, അതിന് എലിവേഷൻ വ്യൂ പരിഗണിക്കേണ്ടി വരും, നോക്കേണ്ടി വരും. ഇവിടെ നോക്കൂ, G കാണിച്ചിട്ടുണ്ട്, ഗ്രൗണ്ട് ലെവൽ. ഈ GL ഗ്രൗണ്ട് ലെവലിൽ നിന്നും താഴോട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക. അപ്പൊ അത്രയും ഹൈറ്റ് ആണ് വരിക. അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്നും താഴോട്ട് എത്ര ഹൈറ്റ് വരുന്നു നോക്കിയാൽ മതി ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. 50 സെന്റിമീറ്റർ, അതുപോലെ തന്നെ 30 സെന്റിമീറ്റർ, ടോട്ടൽ 0.80 മീറ്റർ. 0.80 മീറ്റർ. ഇനി അത് സോൾവ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ
3.97 മീറ്റർ ക്യൂബ്. ഇവിടെ വേണമെങ്കിൽ ഹൈറ്റ് നമുക്ക് സെപ്പറേറ്റ് കാണിക്കാം. 0.50 പ്ലസ് 0.3 0.80 മീറ്റർ എന്നും കാണിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് വരാം. അപ്പൊ നമ്മൾ ഫേസ് വാൾ കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് ഈ ഒരു ട്രയാങ്കുലർ പോർഷൻ ആണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിന് മുന്നേ ഈ വിങ് വാൾ ചെയ്തു പോവാണ്. സെക്കൻഡ് വിങ് വാള്, അതായത് വിങ് വാള് ഇൻക്ലൈൻഡ് പോർഷൻ. വിങ് വാള് ഇൻക്ലൈൻഡ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ചെരിഞ്ഞിട്ടുള്ള ഈ ഭാഗത്താണ് വിങ് വാൾ ഇൻക്ലൈൻഡ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വിങ് വാൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഇവിടെ രണ്ടെണ്ണം, ഒരു സൈഡിൽ 2 വിങ് വാൾ വരും, ഈ സൈഡിലും 2 വിങ് വാൾ, 1 2 3 4. ഓക്കെ, അപ്പൊ നമ്പർ 4. ലെങ്ത് നോക്കൂ. ലെങ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ലെങ്ത് ഉണ്ട് 230, അതുപോലെ തന്നെ ഇവിടെ 180, 2 ലെങ്ത് വരുന്നുണ്ട്. ഇങ്ങനെ 2 ലെങ്ത് വരുന്ന കേസിൽ നമ്മൾ ചെയ്യുന്ന കാര്യം, 2 ലെങ്ത് ആയാലും 2 ബ്രെഡ്ത്ത് വരുന്ന കേസിൽ നമ്മൾ ചെയ്യുന്ന കാര്യം അതിന്റെ ആവറേജ് വാല്യൂ പരിഗണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ വിങ് വാളിൽ വരുന്ന ലെങ്ത് എന്നുള്ളത് 230, അതുപോലെ തന്നെ ഇവിടെ 180. അതിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ മുകളിൽ മാക്സിമം 80 ഉണ്ട്, പിന്നെ ഈ വരുന്ന താഴെ ഭാഗത്ത് 70 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലെങ്ത്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി. ലെങ്ത് എന്ന് പറഞ്ഞാൽ 2.3 230 മീറ്റർ കൺവേർട്ട് ചെയ്യാണ്. 2.30 പ്ലസ് 1.80/2 അതിന്റെ ആവറേജ് വാല്യൂ. ദെൻ ബ്രെഡ്ത്ത് എന്നുള്ളത് ഞാൻ പറഞ്ഞു മാക്സിമം 80 ആണ്. ഈ ഭാഗത്ത് വരുന്നത് ഇവിടെ 80, ഇവിടെ 70. അപ്പോൾ 0.80 പ്ലസ് 0.70/2. ഓക്കെ, ഹൈറ്റ് എന്നുള്ളത് എസ്കവേറ്റ് ചെയ്യാണ് ഗ്രൗണ്ട് ലെവലിൽ താഴോട്ടും. അപ്പോൾ സെയിം ഹൈറ്റ് ആണ്, ഇവിടെ ഹൈറ്റിൽ മാറ്റം വരില്ല. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 4.92 മീറ്റർ ക്യൂബ്. ഇനി തേർഡ് വൺ, മൂന്നാമതായിട്ട് ചെയ്യാൻ പോകുന്നത് ഇൻക്ലൈൻഡ് പോർഷൻ ആണ്. നേരത്തെ ചെയ്ത വിങ് വാള് പറഞ്ഞാൽ അതിന്റെ മുകളിൽ വരുന്ന ഈ ഒരു ട്രയാങ്കുലർ പോർഷൻ, ഇൻക്ലൈൻഡ് അല്ല ട്രയാങ്കുലർ പോർഷൻ. ഇപ്പോൾ ഫേസ് വാൾ ചെയ്ത് കഴിഞ്ഞു, വിങ് വാൾ ചെയ്തു. ഇനി ഈ ഒരു വരുന്ന ഈ ഞാൻ റെഡ് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം ട്രയാങ്കിള്, വിങ് വാള് ഫേസ് വാള് ഇവിടെ മുതൽ ഇങ്ങോട്ടാണ് വരുന്നത്, ഇവിടെ മുതലാണ് വരുന്നത്. വിങ് വാൾ ഇവിടെ മുതൽ താഴോട്ട് വരണം. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു ട്രയാങ്കുലർ പോർഷൻ ഉണ്ട്, അത് ചെയ്യണം. ഓക്കെ, അപ്പൊ വിങ് വാള് ട്രയാങ്കുലർ പോർഷൻ. വിങ് വാൾ ട്രയാങ്കുലർ പോർഷൻ. വിങ് വാൾ ട്രയാങ്കുലർ പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ കൗണ്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഒരു സൈഡിൽ തന്നെ 2 വിങ് വാൾ ട്രയാങ്കുലർ പോർഷൻ വരും, അതുപോലെ ഈ സൈഡിലും. അപ്പോൾ ടോട്ടൽ നമ്പർ 4. ഇനി അത് കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് എന്നുള്ളത്, അത് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ ഒരു ട്രയാങ്കുലർ ഏരിയ ഇൻറ്റു ട്രയാങ്കുലറിന്റെ ഏരിയ കണ്ടിട്ട് അതിന്റെ ഹൈറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഡെപ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ട്രയാങ്കുലർ ഏരിയ കാണുമ്പോൾ ഹാഫ് BH എന്നാണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു B എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലറിന് ഇത് ബിയും ബേസ് ഇത് ബിയും. അപ്പൊ ഇങ്ങനത്തെ ട്രയാങ്കിളായി പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 80, ഇത് 60 ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ 60 കാണിച്ചിട്ടുണ്ട്. ഈ ഡയമെൻഷൻ 80 നമുക്കറിയാം, കാരണം ഇത് 80 ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ ട്രയാങ്കിൾ ആയിട്ട് പരിഗണിക്കുന്ന സമയത്ത് അതിന്റെ ബേസ് 80, ഹൈറ്റ് അല്ലെങ്കിൽ ഇവിടെ ഹൈറ്റ് 60, അല്ലെങ്കിൽ ബേസ് 60, ഹൈറ്റ് 80. ഹാഫ് BH 0.80 ഇൻറ്റു 0.60. ഓക്കെ, എസ്റ്റിമേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന്റെ ഡെപ്ത് എന്നുള്ളതും സെയിം ആണ്, 0.80. ഹൈറ്റിലെ എല്ലാ ഭാഗത്തും എസ്റ്റിമേറ്റ് ചെയ്യുന്നത് സെയിം ഹൈറ്റ് ആയിരിക്കും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 0.77 മീറ്റർ ക്യൂബ്. ഇനി ചെയ്യാൻ പോകുന്നത് ടേൺ വാൾ ആണ്. ഫോർത്ത് വൺ, ടേൺ വാൾ. ആദ്യം ടേൺ വാൾ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് നോക്കണം. ടേൺ വാൾ നോക്കുന്ന സമയത്ത് ഒരു സൈഡിൽ 2 എണ്ണം, ഇതിൽ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, 2 ടേൺ വാൾ, അതുപോലെ തന്നെ ഈ സൈഡിലും 2 എണ്ണം. അപ്പോൾ ടോട്ടൽ ടേൺ വാൾ എന്നുള്ളത് 4. ഈ ടേൺ വാളിന്റെ ലെങ്ത്തും ഹൈറ്റും കാണണം. അപ്പോൾ നമുക്ക് 2 ലെങ്ത് ആണ്, ബോട്ടത്തിൽ 95ഉം ടോപ്പിൽ 80ഉം. അതുപോലെ തന്നെ ഇതിന്റെ തിക്നെസ് എന്നുള്ളത്
ബ്രെഡ്ത്ത് എന്നുള്ളത് 0.70 സെയിം ആണ്, മാറ്റില്ല, ഒറ്റ സിംഗിൾ വാല്യൂ ആണ്. ലെങ്ത് 95ഉം 80ഉം. അപ്പോൾ അതിൻ്റെ ആവറേജ് വാല്യൂ കിട്ടണം. നമുക്കറിയാം 0.95 പ്ലസ് 0.80/2. അതിൻ്റെ ബ്രെഡ്ത്ത് എന്നുള്ളത് 0.70 സെയിം ആണ്. കാരണം അതിൽ ആവറേജ് എടുക്കേണ്ട ആവശ്യമില്ല, രണ്ട് ഭാഗത്തും ഒരേ ബ്രെഡ്ത്ത് ആയതുകൊണ്ട് മാറ്റം വരുന്നില്ല, 0.70. ഹൈറ്റും നമുക്കറിയാം എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് സെയിം ഹൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഒരേ ഹൈറ്റിലാണ്. അതായത് എല്ലാ ഭാഗത്തും ഫേസ് വാൾ ആയാലും ഇൻ വാൾ ആയാലും ടേൺ വാൾ ആയാലും ഒരേ ഹൈറ്റിലാണ്, ഡെപ്തിലാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 0.80. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 1.96 മീറ്റർ ക്യൂബ്. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് ഈ പൈപ്പ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ക്വേഷൻ വരുന്നുണ്ട്. ഈ പൈപ്പ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് പൈപ്പ് നോക്കൂ, ഇവിടെ ഒരു PCC ചെയ്തിട്ടുണ്ട്. ഈ PCC ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു 15 സെന്റിമീറ്റർ വീണ്ടും എക്സ്ക്വേറ്റ് ചെയ്യുന്നത് താഴോട്ട് സ്പെഷ്യലായിട്ട്. ആ ഒരു ഭാഗത്ത് ഉള്ള എക്സ്ക്വേഷൻ എത്ര കണ്ടെത്തണം. അതിൻ്റെ ലെങ്ത് എന്നുള്ളത് നമുക്ക് നോക്കാം. 10 മീറ്റർ ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ വ്യൂവിൽ ഈ പൈപ്പ് ഫുൾ പോണത്. പൈപ്പിന്റെ ഫുൾ ലെങ്ത് എന്നുള്ളത് 10 മീറ്റർ ലെങ്ത്തിലൂടെ കാണിച്ചിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഇവിടെ മുതൽ, അതായത് ഈ ഫ്യൂട്ടിങ്ങിന്റെ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഹൈറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. നൽകിയിട്ടുള്ള വാല്യൂ എന്നുള്ളത് ഈ വാൾ ടു ഈ വാൾ വരെയുള്ള ലെങ്ത് ആണ് 10 മീറ്റർ തന്നിട്ടുള്ളത്. അഡീഷണൽ ആയിട്ട് ഞാൻ അത് ഫിഗർ മാറ്റി വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് ഓക്കെ, ഇവിടെ നൽകിയിട്ടുള്ള വാല്യൂ എന്നുള്ളത് ഇത് 50 സെന്റിമീറ്റർ ആണ്. താഴോട്ട് ഫിഗർ ഉണ്ട്, ഞാനത് കാണിക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് വേണ്ട ഡയമെൻഷൻ ഈ ഭാഗത്തായതുകൊണ്ടാണ് ഇവിടെ ഇങ്ങോട്ട് നിർത്തിയത്. ഇത് 50, ഈ ഒരു അളവ് 40. ഈ ഇന്നർ അളവ് എന്നുള്ളത്, ഈ ടോട്ടൽ അളവ് എന്നുള്ളത് 10 മീറ്റർ നൽകിയിട്ടുണ്ട്. ഇത് 50ഉം ഇത് 40 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ഭാഗം വരിക എന്നുള്ളത് നമുക്ക് വേണ്ടത് ഇത്രയും ലെങ്ത് ആണ്. ഈ ലെങ്ത് നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, ഈ ലെങ്ത് എന്ന് പറയുന്നത് 10 മീറ്റർ. നമുക്ക് ഈ ഒരു അളവിൽ നിന്ന് കുറക്കണം, അതുപോലെ ഇവിടെ ഈ സൈഡിലും കുറക്കണം. ഇത് 50ഉം ഇത് 40ഉം ആണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഇവിടെ വരെ 10 ആണ്. അപ്പൊ ഈ ഒരു ഭാഗം 10 സെന്റിമീറ്റർ, കാരണം ഇത് 50 ഇത് 40, ബാലൻസ് ഇങ്ങോട്ട് 10, ഈ സൈഡിലും അതുപോലെ 10. അപ്പൊ 10 മീറ്റർ മൈനസ് 0.1 മൈനസ് 0.1. ഓക്കെ, ബാലൻസ് വരും 9.8 മീറ്റർ. ഓക്കെ, the length is equal to 9.8 meter. 9.8 meter expression under pipe. പൈപ്പിന് താഴെ വരുന്ന എക്സ്കവേറ്റ് ചെയ്യുന്ന ഭാഗമാണ് 9.8 മീറ്റർ. എക്സ്കവേറ്റ് ചെയ്യുന്ന ഒരു ലെങ്ത്തിന് മാത്രം എക്സ്കവേറ്റ് ചെയ്യുന്നുള്ളൂ. ദെൻ അതിന്റെ ബ്രെഡ്ത്ത് എന്നുള്ളത് എത്ര ലെങ്ത്തിൽ എക്സ്കവേറ്റ് ചെയ്യണം മനസ്സിലായി. ഇനി എത്ര ബ്രെഡ്ത്തിൽ ചെയ്യണം. ബ്രെഡ്ത്ത് സെയിം തന്നെയാണ്. നമ്മൾ ഈ ഫേസ് വാളിന്റെ സെയിം ബ്രെഡ്ത്തിൽ എക്സ്കവേറ്റ് ചെയ്യേണ്ടി വരും. ഫേസ് വാളിന്റെ സെയിം ലെങ്ത്തിൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്യേണ്ടി വരും. അതായത് 3.10 മീറ്റർ, 310 3.10 മീറ്റർ. ഓക്കെ, അത് ഇനി എക്സ്കവേറ്റ് ചെയ്യുന്നത് ഇതിൽ വാല്യൂ നൽകിയിട്ടില്ല. പക്ഷെ ഈ ഭാഗം വരുന്നത് 15 സെന്റിമീറ്റർ ആണ്. കാരണം 30 സെന്റിമീറ്റർ അതിന്റെ ഹാഫ് എന്നുള്ളതാണ്. 15 സെന്റിമീറ്റർ, 0.15 മീറ്റർ. ഇനി അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 4.56 മീറ്റർ ക്യൂബ്. അപ്പൊ ടോട്ടൽ എക്സ്കവേഷൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഈക്വൽ ടു ഫുൾ സം ചെയ്ത് കിട്ടുന്ന ആൻസർ 16.18 മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സിമെന്റ് കോൺക്രീറ്റ് PCC വർക്കാണ്. ഞാൻ ഫിഗർ കാണിക്കാം എവിടെയൊക്കെയാണ് PCC ചെയ്തത് നോക്കാം. അതായത് നമ്മൾ ഏതൊക്കെ ഭാഗമാണോ എക്സ്കവേറ്റ് ചെയ്തത് ആ എക്സ്കവേറ്റ് ചെയ്തതിന് ത്രൂ ഔട്ട് നമ്മൾ PCC ചെയ്യേണ്ടതായിട്ട് വരും. ആ എക്സ്കവേറ്റ് ചെയ്തത് കംപ്ലീറ്റ് നമ്മൾ ത്രൂ ഔട്ട്
PCC ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതിന് പുറമെ അതായത് ഇവിടെ കാണിച്ചിട്ടുണ്ട് PCC, ഒരു ഹാഫ് സെക്ഷൻ വ്യൂവിൽ കാണിച്ചിട്ടുണ്ട് PCC ഇത്രയും ചെയ്യണം. ത്രൂ ഔട്ട് ഇങ്ങോട്ടും ഈ എല്ലാ ഭാഗത്തും ടേൺ വാളും ഫേസ് വാളും വിങ് വാളും ചെയ്യണം. മാറ്റം വരുന്നില്ല എവിടെയാന്ന് വെച്ചാൽ ഈ ചെയ്യുന്ന ഭാഗത്ത് ലെങ്ത്തും ബ്രെഡ്ത്തും എല്ലാം സെയിം ആയിരിക്കും. മാറ്റം വരിക ഇതിന്റെ ഹൈ ഡെപ്തിലാണ്. അതായത് എക്സ്കവേറ്റ് ചെയ്യുന്നത് ത്രൂ ഔട്ട് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യാറില്ല, PCC ചെയ്യാറില്ല. PCC ചെയ്യുന്ന ഹൈറ്റിൽ മാറ്റം വരും. കണ്ടോ, 30 സെന്റിമീറ്റർ ഹൈറ്റിൽ മാത്രമേ PCC ചെയ്യുന്നുള്ളൂ. അതിന് പുറമെ നമ്മൾ ഇവിടെ കണ്ട ഒരു PCC കാണിച്ചിട്ടുണ്ട്. ഈ PCC വർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ പൈപ്പ് നമ്മൾ ഓൾറെഡി ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മളൊരു ചെറിയൊരു കുഴി എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആ കുഴി എടുത്ത് തന്നെ എസ്കേറ്റ് ചെയ്തൊരു ചെറിയൊരു കുഴി എടുത്തിട്ട് അവിടെ PCC ചെയ്യുന്നുണ്ട്. ആ PCC ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ ഗ്രൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു എന്താണ് വീക്കായിട്ടുള്ള സ്ട്രാറ്റം, അത് വീക്കായിട്ടുള്ള സോയിലാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം വരുന്ന സമയത്ത് ഈ വെള്ളത്തിന്റെ കൂടെ സോയിൽ ഇറോഷൻ കാരണം മണ്ണും കൂടെ ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പൈപ്പിങ്ങിന്റെ എന്താ പറയുക സ്റ്റേൺ ആയിട്ട് ഇരിക്കുന്ന ആ പൊസിഷൻ, സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്ന പൊസിഷൻ ചേഞ്ച് ആവും. അപ്പോൾ ഈ അതിൽ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 15 സെന്റിമീറ്റർ സ്ക്വയർ ചെയ്തിട്ട് PCC ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും ഹാർഡ് സ്ട്രാറ്റായി ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഭാഗം കിട്ടി. അതിന് മുകളിലാണ് പൈപ്പ് ഫിക്സ് ചെയ്യുക. അതിന് മുകളിൽ പൈപ്പ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രൗണ്ട് കിട്ടിയെങ്കിൽ പോലും പൈപ്പിന് റോൾ ചെയ്യാനും അതുപോലെ തന്നെ അതിൽ നിന്ന് മൂവ് ചെയ്ത് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് ഫിക്സ് ചെയ്ത് നിർത്തണം. ഫിക്സ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പൈപ്പ് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ 3.1 മീറ്റർ ലെങ്ത്തിൽ ത്രൂ ഔട്ട് PCC, അതായത് പൈപ്പിന്റെ ഹാഫ് ഡയമീറ്റർ വരെ, ഒരു ഹാഫ് ഡയമീറ്റർ ഹൈറ്റ് വരെ, അതായത് റേഡിയസ് ഹൈറ്റ് വരെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ എക്സ്കവേറ്റ് ചെയ്യും, PCC ചെയ്യും. അങ്ങനെ അപ്പം എന്താ ഇവിടെ ബോട്ടത്തിൽ ഒരു PCC ഉള്ള സ്ട്രാറ്റം ചെയ്യും. അതിന് പുറമെ ഒരു PCC നമ്മൾ എന്ത് ചെയ്യും, ഈ പൈപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു PCC ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വരും. ഇതിൽ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഡയമീറ്റർ ചെയ്യുന്ന സമയത്ത് ത്രൂ ഔട്ട് ചെയ്യുക എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ആക്ച്വലി പൈപ്പ് വരുന്നതിന്റെ അകത്ത് ഇന്നർ അളവിൽ അതുപോലെ തന്നെ അതിന്റെ തിക്നെസ് മുതൽ ഈ ഡയമീറ്ററിൽ നമുക്ക് എന്ത് വരുന്നില്ല, ഹാഫ് ഡയമീറ്റർ ഹൈറ്റിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും ഭാഗം ബാക്കിൻ്റെ കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് കുറയ്ക്കേണ്ടി വരും. ഈ പ്രോബ്ലത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. എന്തായാലും ചെയ്ത് നോക്കാം എങ്ങനെയാന്നുള്ളത്. ഫസ്റ്റ് വൺ ഫേസ് വാള് നമ്മൾ നേരത്തെ പറഞ്ഞാണ് 2 എണ്ണം, അതിനൊന്നും മാറ്റില്ല. ലെങ്ത്തിലും മാറ്റില്ല, 3.10. അടുത്തയാണ് എക്സ്കവേറ്റ് ചെയ്തത്, സെയിം ലെങ്ത് ആണ്, 0.80 ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞിരുന്നു, സെയിം ആണ്, മാറ്റില്ല. ഇനി ചെയ്യാൻ പോകുന്നത് ഹൈറ്റിലാണ്, തിക്നെസ്സിലാണ് മാറ്റം വരിക. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഗർ കാണിച്ചിട്ട്. ഇതിൽ ഇതാണ് തിക്നെസ് വരിക. ഓക്കെ, എക്സ്കവേറ്റ് ചെയ്ത സമയത്ത് ഈ 50+30 എന്നുണ്ടായിരുന്നു. പക്ഷേ PCC ചെയ്യുമ്പോൾ അത്രയും ഫുള്ളായിട്ട് PCC ചെയ്യുന്നില്ല, 30 സെന്റിമീറ്ററിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് എന്നത് 0.30 മീറ്റർ. അത് സോൾവ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ എന്നത് 1.49 മീറ്റർ ക്യൂബ്. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് ഫേസ് വാൾ കഴിഞ്ഞാൽ വിങ് വാൾസ്, ഇൻക്ലൈൻഡ് പോർഷൻ എന്ന് പറയുമ്പോൾ 4 എണ്ണം വരുന്നുണ്ട്. അതിന്റെ ലെങ്ത് നമുക്കറിയാം 2.30 പ്ലസ് 1.80/2 ആവറേജ് ആണ്. കാരണം ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം എക്സ്കവേറ്റ് എടുത്ത് വരുന്ന എക്സ്കവേഷൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞതാണ് എങ്ങനെയാണുള്ളത്. ഇവിടെ ഇൻക്ലൈൻഡ് പോർഷൻ ഇതാണ്, ഇതിൽ ലെങ്ത് 2.30 അതുപോലെ തന്നെ 1.80. അപ്പൊ അതിന്റെ ആവറേജ് എടുക്കാം. ഇനി ടേൺ വാൾ വരുന്ന സമയത്തും അങ്ങനെ തന്നെ ലെങ്ത് 95ഉം 80ഉം അതിന്റെ ആവറേജ് എടുക്കുക. ഇവിടെ ബ്രെഡ്ത്ത്, ഈ വിങ് വാളിൽ ബ്രെഡ്ത്ത് വരുന്ന സമയത്തും 80 സെന്റിമീറ്റർ ടോപ്പിലും 70 സെന്റിമീറ്റർ ബോട്ടത്തിലും. അപ്പൊ അതിന്റെ ബ്രെഡ്ത്തിന്റെ കേസിലും ആവറേജ് എടുക്കേണ്ടി വരും. 2 വാല്യൂ വരുന്ന സമയത്ത് ലെങ്ത്തിൽ 2 വാല്യൂ വരുന്നുണ്ട്, അപ്പൊ അതിന്റെ ആവറേജ് എടുക്കുക. ബ്രെഡ്ത്തിലും 2 സൈഡിൽ 2 വാല്യൂ വരുന്നത്, അപ്പൊ അതിന്റെ ആവറേജ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇനി എന്തായാലും ചെയ്ത് നോക്കാം. വിങ് വാളില് 2.30 പ്ലസ് 1.0 അതുപോലെ തന്നെ 0.80 0.70 ബ്രെഡ്ത്ത് ആണ്, 2 ബ്രെഡ്ത്ത് വരുന്നുണ്ട്, അതിന്റെ ആവറേജ് എടുക്കാം. ദെൻ PCCയുടെ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് എന്നുള്ളത് 0.30. സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസർ 1.85 മീറ്റർ ക്യൂബ്. തേർഡ് വൺ വിങ് വാൾ ഇൻക്ലൈൻഡ് പോർഷൻ. വിങ് വാൾ triangular portion.
ട്രയാങ്കുലർ പോർഷൻ 4 ഉണ്ട്. നമുക്കറിയാം ഒരു സൈഡിൽ തന്നെ ഒരു ഭാഗത്ത് 2 വരുന്നുണ്ട്, ഓപ്പോസിറ്റ് സൈഡിലും 2 വരുന്നുണ്ട്, അങ്ങനെ 4. അത് ട്രയാങ്കുലർ പോർഷൻ ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഹാഫ് ഇൻറ്റു 0.6 ഇൻറ്റു 0.8, അതിന്റെ ഹൈറ്റ് എന്നത് 0.30. സോളിഡിന് കിട്ടുന്ന ആൻസർ 0.29 മീറ്റർ ക്യൂബ്. എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. ഇത് നോക്കൂ, ഈ ട്രയാങ്കുലർ പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ട്രയാങ്കുലർ പോർഷൻ. അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ആദ്യം ഇതിന്റെ ഏരിയ കാണും, അതിന്റെ കൂടെ തന്നെ അതിന്റെ ഹൈറ്റ് ഇവിടുന്ന് കിട്ടും, ഹൈറ്റ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഈ സംഭവം 80, അതായത് 80 ഇവിടെ തന്നിട്ടില്ല, ഇവിടെ തന്നിട്ടുണ്ട്, ഈ ലെങ്ത് തന്നെയാണ് ഇവിടെ 80. ദെൻ 60 എച്ച്, അപ്പോൾ ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു 80 ഇൻറ്റു 60, 80ന് 16 നമ്മൾ മീറ്റർ കൺവേർട്ട് ചെയ്യുമ്പോൾ 0.8ഉം 0.60, അതായത് ഹാഫ് ഇൻറ്റു 0.80 ഇൻറ്റു 0.60. ദെൻ അതിന്റെ ഹൈറ്റ് എന്നുള്ളത് 330, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ബേസിസ് വർക്ക് എല്ലാം 30 സെന്റിമീറ്റർ ഹൈറ്റില് 30 സെന്റിമീറ്റർ ഹൈറ്റിലാണ് ചെയ്യുന്നത്, 0.30 മീറ്റർ. ഫോർത്ത് വൺ ടേൺ വാൾ വരുന്ന കേസിൽ നെക്സ്റ്റ് ടേൺ വാൾ 4 ടേൺ വാൾ. ലെങ്ത് നമുക്കറിയാം, ഇവിടെ 2 ലെങ്ത് ആണ് നൽകിയിട്ടുള്ളത് ടേൺ വാളില്, 95ഉം 80ഉം. അപ്പൊ അതിന്റെ ആവറേജ് എടുത്താൽ മതി 0.95 0.80/2. അതിന്റെ ബ്രെഡ്ത്ത് എന്നുള്ളത് 70 സെന്റിമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്, 70 സെന്റിമീറ്റർ 0.7. ഇതിന് ആവറേജ് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരു 2 സൈഡിലും സെയിം ബ്രെഡ്ത്താണ് 0.70. PCCന്റെ ഡെപ്ത് എന്നുള്ളത് 0.30. സോളിഡ് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 0.735 മീറ്റർ ക്യൂബ്. ഓക്കെ, ഇനി അടുത്തതായി വരുന്ന ഭാഗം അതില് പൈപ്പിന് താഴെ വരുന്ന ഭാഗമാണ്. വിങ് വാൾ ഇൻക്ലൈൻഡ് പോർഷൻ കഴിഞ്ഞു, അപ്പർ പൈപ്പ് ആൻഡ് ഇൻവെറ്റീവ് വിങ്. ഓക്കെ, അപ്പർ പൈപ്പ് ആൻഡ് in between pipe and pipe up to half height, അതിന് പകുതി ഹൈറ്റിൽ വരെ എക്സ്കവേറ്റ് ചെയ്യാവുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ വരുന്ന നമ്പർ 1. പൈപ്പിന്റെ ലെങ്ത് നമ്മൾ നേരത്തെ കണ്ടതാണ്, എത്രയാണോ എക്സ്കവേറ്റ് ചെയ്തത് അതിന്റെ ഹൈറ്റ് ലെങ്ത് നമുക്കറിയാം 9.80 മീറ്റർ. അതായത് പൈപ്പ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്കവേറ്റ് ചെയ്തിരുന്നത് 9.8 മീറ്റർ ലെങ്ത്തിലായിരുന്നു. അതിന്റെ ബ്രെഡ്ത്ത് നമുക്കറിയാം 3.10 മീറ്റർ. ഓക്കെ, ഇനി അതിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ PCCയുടെ ഡെപ്ത് എന്നുള്ളത് 0.50 മീറ്റർ ആയിരിക്കും. സോൾവ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ 15.19 മീറ്റർ ക്യൂബ്. ഓക്കെ, അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. പൈപ്പ് വരുന്ന ലെങ്ത് PCC ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടോ ഈ ഒരു ഭാഗമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഈ ഇത്രയും ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് ഞാനിവിടെ ഫിഗർ നേരത്തെ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മുതൽ ഇവിടെ വരെ വരുന്ന ലെങ്ത് എന്നുള്ളത് 9.8, കാരണം ഇത് 10 മീറ്റർ ആണ്. 10 മീറ്ററിൽ നിന്നും ഈ ഒരു 10 സെന്റിമീറ്ററും ഇവിടെ ഒരു 10 സെന്റിമീറ്റർ കുറച്ചാൽ 9.8 മീറ്റർ ലെങ്ത്. അതിന്റെ ബ്രെഡ്ത്ത് എന്നുള്ളത് 3.1 മീറ്റർ ലെങ്ത്തിലാണ് നമ്മൾ PCC ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3.1 മീറ്റർ അതിന്റെ ബ്രെഡ്ത്തും കിട്ടി. ഇനി അതിന്റെ ഹൈറ്റ് ആണ്. ഹൈറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇത് ഡെപ്ത് എക്സ്കവേറ്റ് ചെയ്ത് 15 സെന്റിമീറ്റർ ഡെപ്തിലാണ് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പുറമെ ഒരു മുകളിലോട്ടൊരു ഹാഫ് എന്ന് പറഞ്ഞാൽ 60 ആണ് ഇതിന്റെ ഇന്റേണൽ എങ്കിൽ 70 mm ആണ് അല്ലെങ്കിൽ സെന്റിമീറ്റർ ആണ് ഇതിന്റെ 70 സെന്റിമീറ്റർ ആണ് ഇതിന്റെ എന്താ പറയാ ഔട്ടർ ഡയമീറ്റർ. ഓക്കെ, ആ ഔട്ടർ ഡയമീറ്ററിന്റെ ഹാഫ് 70 സെന്റിമീറ്ററിന്റെ ഹാഫ് അത്രയും ഹൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടോപ്പിലോട്ട് PCC ചെയ്യുന്നത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ 70ന്റെ ഹാഫ് 35. അപ്പോൾ ഈ ഒരു ഭാഗം 35ഉം ഈ ഒരു ഭാഗം 35ഉം ഈ ഒരു ഭാഗം 15ഉം ടോട്ടൽ 50. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നേരെ കാണിക്കാം. ഹൈറ്റ് 0.35 പ്ലസ് 0.15 0.50. ഓക്കെ, കിട്ടി. അപ്പോൾ ടോട്ടൽ വാല്യൂ എന്നുള്ളത് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആൻസർ 20.295 മീറ്റർ ക്യൂബ്. ഓക്കെ, ഇനി ഇതിലൊരു ഭാഗം കുറയ്ക്കാനുണ്ട്, മറ്റൊന്നല്ല. ഈ പൈപ്പിന്റെ ഭാഗത്ത് എക്സ്കവേറ്റ് ചെയ്തതിനു ശേഷം PCC ചെയ്യുന്ന സമയത്ത് ഈ ടോപ്പിൽ, ഈ ബോട്ടത്തിലെ ഭാഗമല്ല, ഈ ടോപ്പിലെ ഭാഗത്തിൽ നോക്കുക, ഈ പൈപ്പ് ഇരിക്കുന്ന പ്ലേസിൽ കോൺക്രീറ്റ് വരുന്നില്ല, PCC വരുന്നില്ല.
പൈപ്പിന്റെ രണ്ട് സൈഡിലും ഇന്ന സൈഡിലേക്ക് വരുന്നുള്ളൂ. പക്ഷെ പൈപ്പിന്റെ അകത്ത് കോൺക്രീറ്റ് ഇല്ല. അപ്പൊ അത്രയും ഭാഗം നമ്മളത് കുറയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡിഡക്ട് ചെയ്യണം. ഡിഡക്ഷൻ ഹാഫ് ഓഫ് പൈപ്പ്. ആ പൈപ്പിന്റെ ഹാഫ് അത്രയും ഏരിയ ചെയ്തിട്ട് അത്രയും ഡെപ്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിനെ കുറയ്ക്കേണ്ടി വരും. അപ്പൊ നമ്മൾ അതിൽ കുറയ്ക്കേണ്ടി പറഞ്ഞാൽ ഇപ്പൊ പൈപ്പ് വരുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൈപ്പിന്റെ ലെങ്ത് എന്നുള്ളത് 9.80 മീറ്റർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലെങ്ത് എന്നുള്ളത് 9.80 മീറ്റർ. ഓക്കെ, അങ്ങനെ ആക്ച്വലി ഇതിൽ നോക്കൂ, ഈ 3 പൈപ്പ് വരുന്നുണ്ട്. അതായത് ഈ 3 പൈപ്പിന്റെ വോളിയം കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഹാഫ് വോളിയത്തിന്റെ ഹാഫ്. അപ്പോ ഈ പൈപ്പിന്റെ എണ്ണം നോക്കുമ്പോൾ 1, 2, 3. അപ്പൊ 3 പൈപ്പ് വരും. അതിന്റെ ലെങ്ത് എന്നുള്ളത് 9.80 മീറ്റർ. അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഒരു പൈപ്പിന്റെ ലെങ്ത് 9.80 മീറ്റർ. ഇനി അതിന്റെ ഏരിയ കാണണം. ഏരിയ കണ്ടു കഴിഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് ചെയ്താൽ വോളിയം. അപ്പൊ ഏരിയ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഹാഫ് ഏരിയയാണ്. കാരണം ഇത് മുഴുവനായിട്ടും വെക്കേണ്ട ആവശ്യമില്ല. കാരണം PCC ഹാഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഹാഫ് കുറച്ചാൽ മതി. അപ്പൊ ഹാഫ് ഏരിയ കാണുന്ന സമയത്ത് ആ ഇക്വേഷൻ ഏരിയ കാണുന്ന ഇക്വേഷൻ π/4d². ഹാഫ് ഏരിയ അതുകൊണ്ട് തന്നെ ഹാഫ് ഇൻറ്റു π/4 ഇൻറ്റു d². ഡി എന്ന് പറഞ്ഞാല് 0.7 സ്ക്വയർ. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 5.66 മീറ്റർ ക്യൂബ് എന്നുള്ള ആൻസർ ലഭിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് ടോട്ടൽ ഫൈനൽ വാല്യൂ എന്നുള്ളത് ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു 20 - 295 ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. 1 പിന്നെ 2 1 - 2 എന്ന് പറയാം. 1 - 2 1 ഒന്ന് 2 പറയാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 14.635 മീറ്റർ ക്യൂബ്. ഇത്രയും നമുക്ക് PCC വർക്ക് ഇതിൽ ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്തൊരു വർക്ക് എന്നുള്ളത് നമ്മുടെ എർത്ത് വർക്ക് എക്സ്കവേഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനി ചെയ്യാനുള്ളത് പൈപ്പിന്റെ വർക്ക് കണ്ടുപിടിക്കണം. എർത്ത് വർക്കിന് എക്സ്കവേഷൻ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ PCC വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി എത്ര ലെങ്തിൽ പൈപ്പ് ഹ്യൂം പൈപ്പ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഹ്യൂം പൈപ്പ് ആണ് നമ്മളെ വെള്ളം പാസ് ചെയ്യുന്ന പൈപ്പ് എന്നുള്ള മീനിങ് ആണ്. ഹ്യൂം പൈപ്പ് ഹെവി ടൈപ്പ് 60 സെന്റിമീറ്റർ dia including collar joint. Helium pipe heavy type 60 cm dia including collar joint. Okay, അങ്ങനെ നമുക്കറിയാം ഫിഗർ നോക്കി കഴിഞ്ഞാൽ ഇതിൽ 3 പൈപ്പ് വരുന്നുണ്ട്. 3 പൈപ്പ് 1 2 3 ഫിഗർ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. പൈപ്പിന്റെ നമ്പർ എന്നത് 3 പൈപ്പ്. ഓക്കെ, ഇനി എത്ര ലെങ്ത് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ടോട്ടൽ ലെങ്ത് പൈപ്പ് പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തു നിന്നാണ് വെള്ളം പാസ് ചെയ്ത് പോവുക. വാഹനം ഇങ്ങനെയാണ് ക്രോസ് ചെയ്ത് പോവുക. കണ്ട പൈപ്പ് ഇങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ മുകളിൽ ഇപ്പോൾ ഈ ഭാഗത്ത് ഈ സൈഡിൽ നിന്ന് വെള്ളം പാസ് ചെയ്യും, അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് വെള്ളം പാസ് ചെയ്യും. ഇവിടെ സൈഡ് ഫിക്സ് ചെയ്തു. ഇവിടെ നിന്ന് വെള്ളം ഫ്ലോ അങ്ങോട്ടാണ് വിചാരിക്കുക. അപ്പം വെള്ളം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മുതൽ പൈപ്പിന്റെ വർക്ക് സൈഡിൽ പൈപ്പ് ഇവിടെ മുതൽ പൈപ്പിലൂടെ എൻ്റർ ചെയ്യും, ഈ വാളിൽ നിന്നും. അതുപോലെ തന്നെ ഈ വാൾ വരെ. നമുക്കറിയാം നേരത്തെ ഫിഗർ വരച്ച കേസ് പോലെ തന്നെ ഈ ഒരു ലെങ്ത് എന്നുള്ളത് 10 മീറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് 40 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പൈപ്പ് വരുന്ന സമയത്ത് ഇവിടെ മുതൽ ഈ ഒരു ലെങ്ത് വരെ വേണം. ഓക്കെ, കാരണം ഇവിടുന്ന് വെള്ളം എൻ്റർ ചെയ്യും, പൈപ്പോട് പാസ് ചെയ്യും, എന്നിട്ട് ഈ ഒരു റോഡിന് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് വെള്ളം ഡിസ്പോസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ 10 മീറ്റർ ഇവിടെ 0.4 ഇവിടെ 0.4 എന്ന് പറഞ്ഞാൽ 40 സെന്റിമീറ്റർ. അപ്പോൾ ലെങ്ത് എന്നുള്ളത് 0.40 മീറ്ററായി കൺവേർട്ട് ചെയ്യുമ്പോൾ 0.40 പ്ലസ് 10 പ്ലസ് ആ സൈഡിലും 0.40. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 10.80 മീറ്റർ. 10.80 മീറ്റർ. ഓക്കെ, അത് ഈ ഫിഗറിൽ നിന്നാണ് ലെങ്ത് കിട്ടുക. ഇത് ഇന്നർ അളവ് 10, ഇവിടെ 40, ഇവിടെ 40, അപ്പോൾ 10.80 മീറ്റർ. ഓക്കെ, ഇനി അത് ടോട്ടൽ ചെയ്യാൻ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 32.40 മീറ്റർ. 32.40 മീറ്റർ. ഓക്കെ,
ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കാണ്. അതായത് എർത്ത് എക്സ്കവേഷൻ കഴിഞ്ഞു, PCC വർക്ക് കഴിഞ്ഞു, അതിന് മുകളിൽ വരുന്ന ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ക്വാണ്ടിറ്റി മെഷർ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേസ് വാളിന്റെ ഭാഗത്ത് വരുന്നതാണ്. ഫേസ് വാൾ ഫൂട്ടിംഗ്. ഫസ്റ്റ് വൺ ഫേസ് വാൾ ഫൂട്ടിംഗ് 50 സെന്റിമീറ്റർ ബ്രെഡ്ത്ത്. ഓക്കെ, ഫേസ് വാൾ ഫൂട്ടിംഗ്. ഫേസ് വാൾ ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഫേസ് വാളിന്റെ നമ്പർ നമുക്കറിയാം, നമ്പർ 4 ആയിരിക്കും, 2 ആയിരിക്കും. ഫേസ് വാളിന്റെ നമ്പർ 2. അതിന്റെ ലെങ്ത് നമുക്ക് ലഭിക്കാം, ഈ ഒരു ഫിഗർ ലെങ്ത് ലഭിക്കും 3.80 മീറ്റർ എന്നാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പ്ലസ് ഇവിടെ ഒരു കട്ടിങ്സ്, ചെറിയൊരു കട്ടിങ്സ് കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ഈ PCCക്ക് ഇപ്പുറത്തായിട്ട് ചെറിയ കട്ടിങ്സ് വരുന്നുണ്ട്, അതുപോലെ സെറ്റ് വരും. ഈ ഒരു കട്ടിങ് എന്നുള്ളത് 10 സെന്റിമീറ്റർ ആണ്, ഇവിടെയും 10 സെന്റിമീറ്റർ. അപ്പോൾ 3.8 പ്ലസ് 10 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ 400, അതായത് 4 മീറ്റർ. ഓക്കെ, 4 മീറ്റർ ലെങ്ത് വരും. ഇനി ബ്രെഡ്ത്ത് നോക്കാം. ബ്രെഡ്ത്ത് നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ, എന്താണ് ഫേസ് വാൾ ഫൂട്ടിംഗ്. ബ്രെഡ്ത്ത് 50 സെന്റിമീറ്റർ. അല്ല, ഇവിടെ പറഞ്ഞിട്ടുണ്ട് 50 സെന്റിമീറ്റർ ബ്രെഡ്ത്ത്, പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇവിടെ ലഭിക്കും. ബ്രെഡ്ത്ത് 50 സെന്റിമീറ്റർ. ഓക്കെ, 0.50 മീറ്റർ. ഇനി അതിന്റെ ഹൈറ്റ് നോക്കാം. ഹൈറ്റ് ഇവിടെ തന്നെ ലഭിക്കും. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഹൈറ്റ് എന്നുള്ളത് 50 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 0.50 മീറ്റർ. ഓക്കെ, ഇനി അത് സോൾവ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ 2. ദെൻ നെക്സ്റ്റ് വർക്ക് വരുന്നത് above footing 40 സെന്റിമീറ്റർ ബ്രെഡ്ത്ത്. ഫേസ് വാൾ നമുക്കറിയാം 2 ഉള്ളൂ. അതിൽ ഉദ്ദേശിക്കുന്നതാണ് ഇപ്പൊ ഫൂട്ടിങ് കഴിഞ്ഞു. ഈ ഫൂട്ടിങ്ങിന് മുകളിൽ വരുന്ന ഈ 40 സെന്റിമീറ്റർ ബ്രെഡ്ത്തുള്ള ഭാഗം, അതാണ് ഉദ്ദേശിച്ചത്. ഫൂട്ടിങ്ങിന്റെ 50 സെന്റിമീറ്റർ ബ്രെഡ്ത്തുള്ള കഴിഞ്ഞു, അതിന്റെ മുകളിൽ വരുന്ന ഈ ഒരു ഭാഗത്തെയാണ് ഞാൻ അടുത്ത് ഉദ്ദേശിച്ചത്. അത് നമ്മൾ അപ് ടു ഈ കട്ടിങ്സ് കണ്ടോ, ഈ കട്ടിങ് വരെയുള്ള ഭാഗത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ കട്ടിങ് ഇവിടെ നിന്നുള്ള ഭാഗമാണ് പാരപ്പറ്റ്. അപ്പൊ ഈ പാരപ്പറ്റ് വേണമെങ്കിൽ പറയാം, എബോവ് ഫൂട്ടിങ് അപ് ടു പാരപ്പറ്റ് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ ഈ ഹൈറ്റ്, അതായത് 160 സെന്റിമീറ്റർ, 1.6 മീറ്റർ ഹൈറ്റിൽ മാത്രമേ, 1.6 മീറ്റർ ഹൈറ്റിലുള്ള ഈ ഒരു ഭാഗത്താണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ അതിന്റെ ലെങ്ത് എന്നുള്ളത് 3.80 മീറ്റർ. 3.80 മീറ്റർ. ഈ ഫിഗറിൽ നിന്നും ലെങ്ത് വളരെ ക്ലിയർ ആണ്. ഈ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ എന്താ പറയാ 40 സെന്റിമീറ്റർ ബ്രെഡ്ത്ത് വരുന്ന ഭാഗത്തുള്ളത്, അതായത് 350, 3.80 മീറ്റർ. ആ രണ്ട് സൈഡിലുള്ള 10 ഇവിടെ കൂട്ടേണ്ട ആവശ്യമാണുള്ളത്. രണ്ട് സൈഡിലും ഒരു 10 കട്ടിങ്സ് വരും എന്നർത്ഥം. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതിന്റെ ബ്രെഡ്ത്ത് എന്നുള്ളത് 40 സെന്റിമീറ്റർ, 0.40. അതിന്റെ ഹൈറ്റ് എന്നുള്ളത് ബ്രെഡ്ത്ത് 40 സെന്റിമീറ്റർ ഫിഗറിന് കൃത്യമാണ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈറ്റ് 1.60 മീറ്റർ. ഓക്കെ, 1.60 മീറ്റർ. ഇനി അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 4.86 മീറ്റർ ക്യൂബ്. 4.86 മീറ്റർ ക്യൂബ്. Then third one, parapet 30 സെന്റിമീറ്റർ ബ്രെഡ്ത്ത്. ഓക്കെ, നമുക്കറിയാം രണ്ട് സൈഡിലാണ് പാരപ്പറ്റ് ഉണ്ടാവുക. രണ്ട് സൈഡിലും റോഡിന്റെ രണ്ട് സൈഡിലും പാരപ്പറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്പർ കണ്ടിട്ട് അതിന്റെ ലെങ്ത് 3.80 മീറ്റർ. എന്താണ് 40 സെന്റിമീറ്റർ ബ്രെഡ്ത്തിന്റെ സെയിം ലെങ്ത് ആയിരിക്കും. ഇതിന് മുകളിലാണ് പാരപ്പറ്റ് ചെയ്യുക. അപ്പൊ സെയിം ആയിട്ട് തന്നെ ഇവിടെ നോക്കിയാൽ മനസ്സിലാകും ലെങ്ത് എന്നുള്ളത് കണ്ടോ, സെയിം എന്നുള്ള മീനിങ്ങിലാണ്. അപ്പോൾ 3.80 മീറ്റർ. ഇനി അതിന്റെ തിക്നെസ് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്നുള്ളത് ഈ ഫിഗറിൽ നിന്നും ബ്രെഡ്ത്ത് വളരെ കൃത്യമാണ്, 30 സെന്റിമീറ്റർ. ഇതാണ് പാരപ്പറ്റ് വരുന്ന ഭാഗം. ഈ പാരപ്പറ്റ് വരുന്ന ഭാഗത്തുള്ള ബ്രെഡ്ത്ത് എന്നുള്ളത് 30 സെന്റിമീറ്റർ. അതുപോലെ ഹൈറ്റും ഇവിടെ നൽകിയിട്ടുണ്ട് 30 സെന്റിമീറ്റർ. അപ്പോൾ ബ്രെഡ്ത്തും 0.30 മീറ്റർ, ഹൈറ്റും 0.30 മീറ്റർ. ഇനി അത് സോൾവ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ 0.68 മീറ്റർ ക്യൂബ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർത്ത് വൺ, കോപ്പിംഗ് 35 സെന്റിമീറ്റർ ബ്രെഡ്ത്ത്. കോപ്പിംഗ് 45 സെന്റിമീറ്റർ ബ്രെഡ്ത്ത്. കോപ്പിംഗ് എന്ന് പറഞ്ഞാല് നമ്മുടെ പാരപ്പറ്റ് രണ്ട് സൈഡ് ചെയ്ത് കഴിഞ്ഞാല് ഈ പാരപ്പറ്റിന് മുകളിൽ ചെറിയൊരു ഹൈറ്റിലേക്ക് ഒരു സംഭവം കാണാം. ഓക്കെ, ഇതാണ് കോപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് കോപ്പിംഗ്. അപ്പൊ ഈ ഭാഗത്ത് ഇതിന്റെ ലെങ്ത് കാണാം.
സ്വാഭാവികമായിട്ടും 3 രണ്ട് സൈഡിലും കോപ്പിംഗ് ഉണ്ടായിരിക്കും. നമ്പർ 2 3.8 മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് എന്നുള്ളത്. അതായത് പാരപ്പറ്റിന്റെ ലെങ്ത് 3.8 ആണെന്നുണ്ടെങ്കിൽ ഒരു 10 സെന്റിമീറ്റർ ഇങ്ങോട്ടും 10 സെന്റിമീറ്റർ ഇങ്ങോട്ടും. അത് ഫിഗർ നോക്കിയാൽ ക്ലിയർ ആണ്. കണ്ടോ, ഒരു ഇത് 30 ആണെങ്കിൽ 35 ആണ് ഇതിന്റെ തിക്നെസ് ബ്രെഡ്ത്ത് വരുന്നത്. ലെങ്ത് എന്നുള്ളത് നമ്മുടെ ബോട്ടം ഫേസ് വാളിന്റെ അതേ ലെങ്ത് വരും, 4 മീറ്റർ. ഓക്കെ, ദെൻ അതിന്റെ ബ്രെഡ്ത്ത് എന്നുള്ളത് ഫിഗറിൽ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. 35 ആണ് ബ്രെഡ്ത്ത്, 0.35. ദെൻ അതിന്റെ തിക്നെസ് എന്നുള്ളത് ഇവിടെ നൽകിയിട്ടുണ്ട് 10 സെന്റിമീറ്റർ. ഈ തിക്നെസ് അല്ലെങ്കിൽ ഹൈറ്റ് നൽകിയിട്ടുണ്ട് 10 സെന്റിമീറ്റർ, 0.10 മീറ്റർ. ഇനി അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 0.28 മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കിൽ ഫേസ് വാൾ വരുന്ന കേസിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി വിങ് വാളും ടേൺ വാളും മുകളിൽ വരുന്ന ബ്രിക്ക് വർക്ക് കൂടെ കണ്ടെത്താറുണ്ട്. ഫസ്റ്റ് വിങ് വാൾ നോക്കാം. വിങ് വാൾസിലെ ഫസ്റ്റ് സ്റ്റെപ്പ് 50 സെന്റിമീറ്റർ ബ്രെഡ്ത്ത്. ചെയ്ത് നോക്കാം എങ്ങനെയാന്നുള്ളത്. ആദ്യം ഫിഗർ ഒന്ന് നോക്കാം എങ്ങനെയാന്നുള്ളത്. ഇതിന്റെ കണ്ടോ, ക്രോസ് സെക്ഷണൽ വ്യൂ ഓഫ് വിങ് വാൾ നൽകിയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിച്ചത്, 50 സെന്റിമീറ്റർ ബ്രെഡ്ത്തിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുമ്പോൾ എത്ര വിങ് വാൾ നോക്കാം. വിങ് വാൾ എന്ന് നമുക്കറിയാം 1 2 3 4. അപ്പൊ നമ്പർ 4. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് 50 സെന്റിമീറ്റർ ബ്രെഡ്ത്ത്, ഫസ്റ്റ് സ്റ്റെപ്പ് 50 സെന്റിമീറ്റർ ഡെപ്ത്. ഓക്കെ, ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫിഗറിലോട്ട് വരാം. ഇതിന്റെ ലെങ്ത് എന്നുള്ളത് ഇവിടുന്ന് കിട്ടുക. ഈ 110 എന്നുള്ളത് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, 110 സെന്റിമീറ്റർ അത്രയും ആണ് ഫസ്റ്റ് സ്റ്റെപ്പിന്റെ ലെങ്ത്. 110 1.10 മീറ്റർ. ഓക്കെ, 1.10 മീറ്റർ. ഓക്കെ, ഇനി അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിന്റെ ബ്രെഡ്ത്ത് ഈ ഫിഗറിൽ നിന്ന് കൃത്യമാണ് 50 സെന്റിമീറ്റർ, 0.50 മീറ്റർ. ഓക്കെ, ഇനി അതിന്റെ ഹൈറ്റ് നോക്കാം. ഹൈറ്റും നോക്കേണ്ടത് ഇവിടെ നിന്നാണ്. ഹൈറ്റ് നോക്കുമ്പോൾ ഈ ഫിഗറിൽ നിന്ന് എടുക്കാം, ഇവിടെ നിന്ന് എടുക്കാം. പക്ഷെ ഇവിടെ നോക്കിയാലുള്ള കൃത്യമായിട്ട് കിട്ടുക. കാരണം ഇവിടെ കറക്റ്റ് ഹൈറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ വ്യൂ എന്നുള്ളത് പ്രോപ്പറായിട്ട് നൽകിയിട്ടുള്ളത് ഈ ഫിഗറിലാണ്. കണ്ടോ, ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ള ഇത്രയും ഭാഗമാണ് നമ്മുടെ വിങ് വാളിന്റെ ഭാഗം. അപ്പൊ ഈ ഹൈറ്റ് എന്നുള്ളത് 0.50. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഇവിടെ വരുന്ന സമയത്ത് നോക്കൂ, ഇംഗ്ലണ്ട് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഇംഗ്ലണ്ട് ആയിട്ട് വരുന്നു എന്ന് അല്ല, അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ആവറേജ് വരെ എടുക്കേണ്ടി വരും. ഫുൾ ഹൈറ്റ് 50, ഒരു സൈഡിൽ 0. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഫിഗർ ഹൈറ്റ് എടുക്കാൻ പരിഗണിക്കണം അല്ലെങ്കിൽ കൺസിഡർ ചെയ്യണം എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഹൈറ്റ് എന്നുള്ളത് 0.50 മീറ്റർ. ഓക്കെ, ഇനി അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 0.5555 മീറ്റർ ക്യൂബ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് 40 സെന്റിമീറ്റർ ബ്രെഡ്ത്ത്. അതിൽ തന്നെ നമുക്ക് സ്ട്രൈറ്റ് പോർഷൻ അതുപോലെ തന്നെ സ്ലോപ്പിംഗ് പോർഷൻ പറഞ്ഞ് ഡിവൈഡ് ചെയ്യാം. എങ്ങനെ നോക്കാം. ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ വിങ് വാൾ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ സെക്കൻഡ് സ്റ്റെപ്പ്, ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഈ 70 സെന്റിമീറ്റർ 40 + 30 വരുന്ന ഭാഗം, ഇത്രയും ഈ ഭാഗം അതിൽ ഇൻക്ലൂഡർ അല്ല. ഇവിടെ മുതൽ ഇങ്ങനെ വന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, ഈ ഒരു സ്പോട്ടിനെയാണ്. ഇത് വരുന്നത് ടേൺ വാൾ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു ഭാഗത്തെ കാര്യമാണ് പരിഗണിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു സ്ട്രൈറ്റ് പോർഷൻ വരുന്നുണ്ട്, ഒരു ഇൻക്ലൈൻഡ് പോർഷൻ വരുന്നുണ്ട്. അപ്പൊ ആദ്യം ഈ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗത്തിന്റെ ഹൈറ്റ് കാര്യങ്ങളാണ് കണ്ടെത്താൻ പോകുന്നത്. വിങ് വാൾ ആയതുകൊണ്ട് തന്നെ നമ്പർ എന്നുള്ളത് 4. ദെൻ രണ്ട് കേസിലും 4 വരും. ദെൻ സ്ട്രൈറ്റ് പോർഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ ലെങ്ത് ഫിഗറിൽ നിന്നാണ്. രണ്ടിനും സെയിം ലെങ്ത് ആയിരിക്കും. സ്ട്രൈറ്റ് ആയാലും ഇംഗ്ലണ്ട് ആയാലും സെയിം ലെങ്ത് ആയിരിക്കും. 1.80 മീറ്റർ. ഓക്കെ, 1.80 മീറ്റർ, രണ്ടിലും സെയിം 1.80 മീറ്റർ. ഓക്കെ, ഇനി വരുന്ന കാര്യം അടുത്ത അതിന്റെ ബ്രെഡ്ത്ത് ആണ്. ബ്രെഡ്ത്ത് വരുന്ന കേസിൽ അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് 40 സെന്റിമീറ്റർ ബ്രെഡ്ത്ത്, സ്ട്രൈറ്റ് പോർഷൻ, സ്ലോപ്പിംഗ് പോർഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബ്രെഡ്ത്ത് എന്നുള്ളത് 0.40 മീറ്റർ, 0.40 മീറ്റർ. രണ്ടും സെയിം ബ്രെഡ്ത്ത് ആയിരിക്കും, മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത്
ഹൈറ്റ് ആണ്. ഹൈറ്റിലാണ് ഈ മാറ്റങ്ങൾ വരിക. ഈ ഫിഗറിൽ നോക്കിയാൽ ഹൈറ്റ് മനസ്സിലാകും. ഫസ്റ്റ് ഭാഗം ഇതാണ്, ഇതിന്റെ ഹൈറ്റ് എന്നുള്ളത് 30 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 0.30 എന്ന് പറയാം. അടുത്ത ഭാഗം നോക്കൂ, ഈ ഒരു ചെറിയൊരു ഭാഗം വരുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഭാഗമാണ്. ഈ ഒരു ഭാഗം വരുന്നത് ഇൻക്ലൈൻഡ് ആണ്. അപ്പൊ ഇതിന്റെ ഹൈറ്റ് എന്നുള്ളത് ആക്ച്വലി ഇവിടെ ഹൈറ്റ് 40 ആണെങ്കിൽ പോലും ഇവിടെ ഹൈറ്റ് 0 ആണ്. അപ്പൊ അതിന്റെ ആവറേജ് എടുക്കണം. ആവറേജ് പറഞ്ഞാൽ 0.40 പ്ലസ് 0/2. 0.40 പ്ലസ് 0/2. ദെൻ സോൾവ് ചെയ്യാൻ കിട്ടുന്ന ആൻസേഴ്സ് 0.86 മീറ്റർ ക്യൂബ്. ദെൻ രണ്ടാമത് 0.58 മീറ്റർ ക്യൂബ്. ഓക്കെ. ദെൻ അടുത്തതായിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ് 30 സെന്റിമീറ്റർ വിഡ്ത്ത്. തേർഡ് സ്റ്റെപ്പ് 30 സെന്റിമീറ്റർ. തേർഡ് സ്റ്റെപ്പ് 30 സെന്റിമീറ്റർ വിഡ്ത്ത്. ഓക്കെ. വിങ് വാൾ ആയതുകൊണ്ട് തന്നെ 4 വിങ് വാള്. ദെൻ അതിന്റെ ലെങ്ത് എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പിന്റെ ലെങ്ത് നമ്മൾ പറഞ്ഞു 1.10, സെക്കൻഡ് സ്റ്റെപ്പിന്റെ ലെങ്ത് 1.80, തേർഡ് സ്റ്റെപ്പിന്റെ 1.0 പ്ലസ് ഒരു 10 കൂടെ കാണിക്കുന്നുണ്ട്. 1.10 150 പ്ലസ് 10 1.90 മീറ്റർ. ഫിഗറിൽ നിന്നും വളരെ കൃത്യമാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് 110, സെക്കൻഡ് സ്റ്റെപ്പ് 1.8, തേർഡ് സ്റ്റെപ്പ് 1.8 പ്ലസ് 10 1.90. ദെൻ നെക്സ്റ്റ് അതിന്റെ ബ്രെഡ്ത്ത് ആണ്. ബ്രെഡ്ത്ത് 30 സെന്റിമീറ്റർ നൽകിയിട്ടുണ്ട്. ബ്രെഡ്ത്ത് ഈ ഫിഗറിൽ നിന്നും എടുക്കണം. 30 സെന്റിമീറ്റർ വളരെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. 0.30 മീറ്റർ. നെക്സ്റ്റ് അടുത്തതായിട്ട് അതിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് എന്നുള്ളതാണ്. ഹൈറ്റും ഡെപ്തും എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് വരുന്ന ഭാഗം. ഈ തേർഡ് സ്റ്റെപ്പ് വരുന്ന കേസിൽ നോക്കൂ, അതിന്റെ ഹൈറ്റ് 50 പ്ലസ് 70, ടോട്ടൽ ഹൈറ്റ് 70 ആണ്. മാക്സിമം ഹൈറ്റ് വരുന്നത് 70 ആണ്. ഇവിടെ മുതൽ ഇവിടെ വരെ 70 വരുന്നുണ്ട്. 50 പ്ലസ് 20 70. പക്ഷെ ബോട്ടത്തിൽ വരുന്നത് 0 ആണ്. അപ്പൊ അതിന് ഹൈറ്റ് എന്നുള്ളത് ആവറേജ് എടുക്കേണ്ടി വരും. 0.70 പ്ലസ് 0/2. ഓക്കെ. എന്തായാലും ഇത് സോൾവ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 0.80 മീറ്റർ ക്യൂബ്. ഓക്കെ. നെക്സ്റ്റ് ഫോർത്ത് വൺ. ഇനി ചെയ്യാൻ പോകുന്നത് ടേൺ വാൾ ആണ്. അതിന്റെ കൂടെ തന്നെ ചെയ്തു പോവാണ്. ടേൺ വാൾ വരുന്ന കേസിൽ ഫസ്റ്റ് വൺ 40 സെന്റിമീറ്റർ വിഡ്ത്ത്. 40 സെന്റിമീറ്റർ വിഡ്ത്ത്. ടേൺ വാൾ വരുന്നത് ഒരു ഫിഗറാണ്. അതിന്റെ ക്രോസ് സെക്ഷൻ വ്യൂ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് നൽകിയിട്ടില്ല. ഇതാണ് 40 സെന്റിമീറ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് വരുന്ന ഭാഗം. അതിന്റെ ലെങ്ത് 80 70 ആണ്. ലെങ്ത് 0.80 പ്ലസ് 0.70/2. രണ്ട് ലെങ്ത് ഉള്ളതുകൊണ്ട് ആവറേജ് എടുക്കണം. ദെൻ അതിന്റെ ലെങ്ത് കഴിഞ്ഞാൽ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 40 സെന്റിമീറ്റർ ബ്രെഡ്ത്ത് പറഞ്ഞിട്ടുണ്ട്. 0.40. ദെൻ അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ടേൺ വാള്. ടേൺ വാളിൽ ഫസ്റ്റ് തന്നെ സ്റ്റെപ്പിന്റെ ഹൈറ്റ് 50 സെന്റിമീറ്റർ ആണ്. 0.50 മീറ്റർ. 0.50 മീറ്റർ. ദെൻ സോൾവ് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 0.60 മീറ്റർ ക്യൂബ്. ദെൻ ഇതിൽ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് വരുന്നത് സെക്കൻഡ് സ്റ്റെപ്പ് 30 സെന്റിമീറ്റർ ബ്രെഡ്ത്ത്. 30 സെന്റിമീറ്റർ ബ്രെഡ്ത്ത് അതായത് സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ. വരുന്നത് ടേൺ വാൾ തന്നെ നമുക്കറിയാം. ടേൺ വാൾ നമ്പർ ചെയ്താൽ വിട്ടുപോയിട്ടുണ്ട്. നമ്പർ 4. രണ്ട് കേസിലും ടേൺ വാളിന്റെ കേസിൽ 4 വരും. അതുപോലെ തന്നെ രണ്ട് കേസിലും 4 വരും. ഓക്കെ. അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. 0.80 പ്ലസ് 0.70/2. ദെൻ ബ്രെഡ്ത്ത് പറഞ്ഞാൽ 0.30. ഇനി അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഫിഗറിൽ നിന്ന് പഠിക്കണം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 30 സെന്റിമീറ്റർ. ഇവിടെ ആവറേജ് ഒന്നും എടുക്കണ്ട, കാരണം ഈ സൈഡിലുള്ള ഹൈറ്റും ഇവിടുത്തെ ഹൈറ്റും സെയിം ഹൈറ്റ് ആണ്. ഹൈറ്റിൽ വേരിയേഷൻ വരുന്നില്ല. അപ്പോൾ ഹൈറ്റ് എന്നുള്ളത് 0.30. ഓക്കെ. ഇനി അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 0.28 മീറ്റർ ക്യൂബ്. 0.28 മീറ്റർ ക്യൂബ്. ദെൻ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ എന്നുള്ളത് സോൾവ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ, ടോട്ടൽ എന്ന് പറയുമ്പോൾ ഫേസ് വാള് അതുപോലെ തന്നെ വിങ് വാള് ടേൺ വാള് എല്ലാം കൂടെ സോൾവ് ചെയ്യാൻ കിട്ടുന്ന ടോട്ടൽ വാല്യൂ എന്നുള്ളത് 11.49. ടോട്ടൽ ഈക്വൽ ടു 11.49 മീറ്റർ ക്യൂബ്. ഓക്കെ.
അപ്പോൾ നമ്മൾ പൈപ്പ് കൺവേർട്ട് ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്തു. അതിൽ എർത്ത് വർക്കിന് എക്സ്പ്ലേഷൻ ചെയ്തു. ഫേസ് വാള്, വിങ് വാള്, ടേൺ വാള് എല്ലാം സ്പെഷ്യലായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഫിഗർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അത് ഫിഗർ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ചെയ്യാൻ പറ്റും. എർത്ത് വർക്കിന് എക്സ്പ്ലേഷൻ ചെയ്തു, അതിനുശേഷം അതിനകത്ത് PCC ചെയ്തു. എർത്ത് വർക്കിന് എക്സ്പ്ലേഷൻ ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് PCC ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അതിന്റെ ഹൈറ്റിൽ മാത്രം, തിക്നെസ്സിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ഓക്കെ. അഡീഷണൽ ആയിട്ട് PCC വരുന്ന ഭാഗം എന്നുള്ളത് ഈ ഡ്രോയിങ്സിൽ പൈപ്പ് വരുന്ന ഈ ഭാഗത്തുള്ള അഡീഷണൽ PCC മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ. ദെൻ ബ്രിക്ക് വർക്ക്, ഫേസ് വാളിന് മുകളിൽ ബ്രിക്ക് വർക്ക്, അതായത് ഇതിന് മുകളിൽ ബ്രിക്ക് വർക്ക് നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ അതിൽ തന്നെ ബ്രിക്ക് വർക്ക് 2 സ്റ്റെപ്പായിട്ട് ചെയ്യും. അതുപോലെ പാരപ്പറ്റ് ചെയ്യും. കോപ്പിംഗ് എന്ന് പറഞ്ഞ ചെറിയൊരു ഭാഗം പാരപ്പറ്റ് മുകളിലും വരും. ദെൻ വിങ് വാളിന് മുകളിൽ അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബ്രിക്ക് വർക്ക് വരും 2 സൈഡിലും. അതിൽ തന്നെ 2-3 സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുള്ളൂ. 1, 2, 3 സ്റ്റെപ്പ്. അതിൽ സെക്കൻഡ് സ്റ്റെപ്പിലാണെങ്കിലോ ഒരു ഇൻക്ലൈൻഡും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള പോർഷനും വരുന്നുണ്ട്. അത് രണ്ടും ഡിവൈഡ് ചെയ്തിട്ട് വേണം, സെപ്പറേറ്റ് വേണം ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് ടേൺ വാള് 4 ടേൺ വാളുണ്ട്. 1, 2, 3, 4 ടേൺ വാളുണ്ട്. അപ്പോൾ 4 ടേൺ വാള് 2 സ്റ്റെപ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 2 സ്റ്റെപ്പും സ്പെഷ്യലായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതായത് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്ന ഫിഗറാണ്, അതുകൊണ്ട് തന്നെ എസ്റ്റിമേഷൻ കുറച്ച് ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ബ്രിക്ക് വർക്കിലാണ് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക. അത് അതിന്റെ ഫിഗർ, അതായത് 3D വ്യൂ ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് എലിവേഷനും ടോപ്പ് വ്യൂ, ലോജിറ്റുള്ള സെക്ഷൻ വ്യൂ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഏത് അലൈൻമെന്റ് ആണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എസ്റ്റിമേഷൻ ചെയ്യാൻ സാധിക്കും. എന്തായാലും വീഡിയോയുടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.